9ാം വാർഡില് ആണിപ്പോൾ ഇന്ന് പ്രചരണത്തിലുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി ലതാ ഗോപാലകൃഷ്ണനാണ്. സാധാരണ രീതിയിൽ ഇപ്പൊ ഇന്ന് പ്രചരണത്തിന്റെ അവസാന ആ ലാപ്പിലേക്ക് അടുക്കുക. എല്ലാവരും വിളിച്ചു പറയുന്നത് പൊതുരംഗത്ത്, സാംസ്കാരിക രംഗത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലതാ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ പള്ളിക്കത്തോട്ടിൽ ഒരാൾക്ക് പോലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിന്റെ വലിയൊരു ഉദാഹരണമാണ്. നമുക്കറിയാം, ഏതാണ്ട് 18 വർഷക്കാലമായി ആശാ വർക്കറായി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എല്ലാ വീടുകളും നേരിട്ടറിയാവുന്ന, അല്ലെങ്കിൽ നേരിട്ട് പേര് വിളിച്ച് പറയാൻ അറിയാവുന്ന ആളാണ് ലതാ ഗോപാലകൃഷ്ണൻ. അതാരും എതിരാളികൾ പോലും സമ്മതിക്കുന്നുണ്ട്. അവർ ഓരോ വീട്ടിലും ഒരാൾ പോലും ഇല്ലാതെ കടന്നു ചെന്ന് ഓരോ വീട്ടിലും നമുക്ക് വോട്ട് അഭ്യർത്ഥിച്ച് നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ആളാണ് ലതാ ഗോപാലകൃഷ്ണൻ. അതിനപ്പുറം കഴിഞ്ഞ 5 വർഷം ഒരു വാർഡിലെ ജനപ്രതിനിധിയായി, ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പള്ളിക്കത്തോട്ടില് വളരെ വലിയ രീതിയിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാർഡിൽ നിന്ന് മാത്രമല്ല, എല്ലാ വാർഡിലും ചെയ്യാവുന്നത്ര സേവനങ്ങൾ നേരിട്ട്, അത് സർക്കാരിന്റെ എന്ത് പദ്ധതികളും ആയിക്കൊള്ളട്ടെ, അത് അവരിലേക്ക് എത്തിക്കുവാനും എല്ലാം തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഗോപാലകൃഷ്ണൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കും. ഈ വാർഡില് വേറൊരു ചിന്തയ്ക്കടിസ്ഥാനമില്ലാത്ത രീതിയിൽ ലതാ ഗോപാലകൃഷ്ണൻ, അതിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാനുള്ളത്. യാതൊരു സംശയം വേണ്ട. പൊതുപ്രവർത്തന രംഗം എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടുള്ള പദവിയല്ല എന്ന് തെളിയിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് ലതാ ഗോപാലകൃഷ്ണൻ ഈ വാർഡില് നിങ്ങൾ എല്ലാവരും, സാധാരണ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.